നമസ്കാരം. ഇന്ന് നടന്ന ക്ലാസ് 6ന്റെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ചോദ്യങ്ങളും അവയിലെ 1 മാർക്കിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം, എഴുതാം. ഗദ്യഭാഗം വായിക്കുന്നില്ല. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എ ക്വസ്റ്റ്യൻ: എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം. ജൈവ ശൃംഖലയിലെ കണ്ണികൾ എന്ന നിലയിൽ. ബി ക്വസ്റ്റ്യൻ: മനോഹര ലോകം നിലനിർത്താൻ സാധിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം. മനുഷ്യരും മറ്റു ജീവികളും സന്തുലനത്തോടെ ജീവിക്കുമ്പോൾ. സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ: ഈ ലോകത്തിന്റെ അവകാശികൾ ആരെല്ലാം? ആരെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും. ഡി ക്വസ്റ്റ്യൻ: വനപ്രദേശങ്ങളിൽ മനുഷ്യരുടെ ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ട്? ഒന്നാമത് കൊടുത്തിട്ടുള്ളത് കാടിനുള്ളിൽ വന്യജീവികളുടെ സ്വൈര്യവിഹാരത്തിന് മനുഷ്യർ തടസ്സം ആവരുത്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് വന്യജീവികൾക്ക് അവരുടെ ഇടത്തിൽ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിന്. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു. ഒന്നും ഈ കൊടുത്തിട്ടുള്ള 2 കാരണങ്ങളും ശരിയായിരുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലോക വന്യജീവി ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ത്? 3 കാരണങ്ങൾ ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. വന്യജീവികൾ അവരുടെ ഇടത്തിൽ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ. രണ്ടാമത്തേത് ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കണമെന്ന അവബോധം ഉണ്ടാക്കുക. കാടിനുള്ളിൽ മനുഷ്യർക്ക് സ്വൈര്യവിഹാരം നടത്താൻ. ഇതിൽ ലോക വന്യജീവി ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടാമത് കൊടുത്തിട്ടുള്ളതായിരുന്നു. ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കണമെന്ന അവബോധം ഉണ്ടാക്കുക. ഇതിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരുന്നു. 2 മാത്രം ശരി എന്നതായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തില് 3 ചോദ്യങ്ങളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തേത് കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു. നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തില് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫോട്ടോഗ്രഫിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തേത് നമ്മൾ കാണാത്തതും ശ്രദ്ധിക്കാത്തതുമായ കാഴ്ചകളും സംഭവങ്ങളും രേഖപ്പെടുത്താൻ കഴിയും. അത് ശരിയായതാണോ? ശരിയായതാണ്. ഇനി രണ്ടാമത് കൊടുത്തിട്ടുള്ളത് കാഴ്ചകളും ചലനങ്ങളും ഭാവങ്ങളും പൂർണ്ണമായി പകർത്താനാവും. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തേത് ചരിത്ര സംഭവങ്ങൾ വരും കാലത്തേക്കായി രേഖപ്പെടുത്താനും സാധിക്കും. ഇതും ശരിയായ പ്രസ്താവനയായിരുന്നു. അപ്പം ഇതിൽ അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരി എന്നതായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിൽ സി ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യാത്മാവ് കടഞ്ഞെടുത്ത തുള്ളികളാണവ. ഇതിൽ കടഞ്ഞെടുത്ത തുള്ളികൾ എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതിൽ ഒന്നാമത്തെ നോക്കാം. മാതൃഭൂമിക്കായി ചിന്തിയ ചോരയെ കടഞ്ഞെടുത്തതായി കാണുന്നു. ഇത് ശരിയാണോ? ഇത് ശരിയായ പ്രസ്താവനയായിരുന്നു. ഇനി രണ്ടാമത്തേത് ചോര ചിന്തിയതിന്റെ ഉദ്ദേശ്യം സാർത്ഥകമായി. ഇത് ശരിയായ പ്രസ്താവനയായിരുന്നു. ഇനി മൂന്നാമത്തേത് മരം കടഞ്ഞെടുക്കുന്നത് ഭംഗി കൂട്ടാനാണ്. ഇതൊരു തെറ്റായ പ്രസ്താവനയായിരുന്നു. അപ്പം ഇതിൽ നിന്ന് ശരിയായ അനുയോജ്യമായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരി എന്നതായിരുന്നു. ഇനി മൂന്നാമത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ക്ഷണക്കത്ത്, അതേപോലെ വായനാനുഭവം. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു.
ഇനി 4ാമത്തെ പ്രവർത്തനത്തിലും 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. കഥാപാത്ര നിരൂപണവും പ്രതികരണക്കുറിപ്പും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗത്ത് 5ാമത്തെ പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു. 6ാമത്തെ പ്രവർത്തനം ചിത്രവിശകലനം തയ്യാറാക്കുവാനും. നമ്മളെ വീഡിയോയിലൂടെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ ഇതിനു ശേഷമുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തകളും ഭാവനയും ഉപയോഗിച്ച് എഴുതേണ്ടവയാണ്. ഓരോരുത്തരും എഴുതുന്ന രീതി വ്യത്യസ്തമായിരിക്കും. മറ്റു പ്രവർത്തനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എന്നതിലുപരി നിങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാവനയ്ക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് പേടിക്കാതെ, തെറ്റുകളെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായി എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും പരീക്ഷയിൽ മികച്ച വിജയം ആശംസിക്കുന്നു. അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.